രാഷ്ട്രീയ കളികളിലേക്ക് കാര്യങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഗൂഢാലോചനയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ CPI ഇതിനെ നോക്കിക്കാണുന്നത്. PM ശ്രീയിൽ ഒപ്പിട്ടതിന് മുന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ച കത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. സ്വന്തം ഇരിക്കുന്ന സർക്കാരിനെതിരെ തന്നെയാണ് ഈ ആരോപണം എന്ന് ആലോചിച്ച് നോക്കണം. മുന്നണി മര്യാദകൾ CPI ലംഘിച്ചുവെന്ന് കത്തിൽ വലിയ രീതിയിൽ ഗുരുതരമായ പരാമർശമുണ്ട്. ഈ കത്തിൻ്റെ പകർപ്പ് ജനം TV ഇപ്പോൾ പുറത്തുവിടും. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തു. ഫോക്കസ് വിദ്യാഭ്യാസ മന്ത്രിയിലേക്കാണ് ഇപ്പോൾ CPI കേന്ദ്രീകരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ LDFിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ദുർബലപ്പെട്ടു എന്നാണ് CPIയുടെ രോദനം. തിരിച്ചെത്താം. CPM ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു യൂട്ടേൺ എല്ലാ വിഷയത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു യൂട്ടേൺ ഈ വിഷയത്തിലും പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ പിന്നോട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. 3:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയുണ്ട്. ദിസ്ന കൂടി ചേരുന്നുണ്ട്. ദിസ്ന, പറയൂ, എന്താണ് CPM ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ശ്യാംബാബു തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെ CPM മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവാദങ്ങൾ, ചർച്ചകൾ, അതോടൊപ്പം തന്നെ പിന്മാറ്റ നടപടികളിലൊക്കെ CPI കടക്കുമ്പോൾ നിലപാടിൽ ഉറച്ചു തന്നെ CPM മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3:30 MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗത്തിൽ ഉൾപ്പെടെ ആശങ്കകൾ അറിയിച്ചെങ്കിലും ഈ നിലപാടുമായി PM ശ്രീയുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റ്. ആ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നിലവിൽ CPIയുമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഇതിൽ നിന്നും പിന്മാറാൻ, പ്രത്യേകിച്ച് PM ശ്രീയിൽ നിന്നും പിന്മാറാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3:30 വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ എടുത്തിരുന്നു. കൃത്യമായൊരു പ്രതികരണത്തിന് ആരും തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാംബാബു, എന്തായാലും ABVP അടക്കമുള്ള വിദ്യാഭ്യാസ സംഘടനകൾ ഏറെ പരിശ്രമിച്ചാണ് ഈ PM ശ്രീ കേരളത്തിലെത്തിക്കുക എന്നതിനുള്ള ശ്രമം നടത്തിയത്. മാത്രമല്ല EP ജയരാജൻ ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഉറച്ച തീരുമാനത്തിൽ CPM നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനം അത് തന്നെയാണ്. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ടതില്ല. CPIയെ ചർച്ച ചെയ്ത് അനുനയിപ്പിച്ച ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ശ്യാംബാബു. അതിലെടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രപ്പോസലുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ആദ്യഘട്ട രൂപരേഖ അല്ലെങ്കിൽ ആദ്യഘട്ട പ്രപ്പോസലുകൾ സമർപ്പിച്ചു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI ഒരു ഭാഗത്തിടഞ്ഞു നിൽക്കുമ്പോഴും CPM ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശ്യാംബാബു, കർണാടകയിൽ 32 ജില്ലകളിലായി 461 ബ്ലോക്കുകൾ, അതിൽ 655 സ്കൂളുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ കാത് തുറന്ന് കേട്ടോളൂ. കർണാടകയിൽ 32 ജില്ലകളിലായി 655 സ്കൂളുകൾ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സഹായം കൃത്യമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് പ്രൈമറി സ്കൂളുകൾ 12, അപ്പർ പ്രൈമറി സ്കൂളുകൾ 421, സെക്കൻഡറി സ്കൂളുകൾ 148, ഹയർ സെക്കൻഡറി സ്കൂളുകൾ 4, കേന്ദ്രീയ വിദ്യാലയങ്ങൾ 39, അങ്ങനെ NCERT ഉൾപ്പെടെ ഒരു സ്കൂൾ, അങ്ങനെ മൊത്തം 655 സ്കൂളുകൾ കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ പദ്ധതി സജീവമായി നടപ്പാക്കിയിട്ടുണ്ട്. ഇനി തെലങ്കാന, രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന തെലങ്കാനയിൽ 33 ജില്ലകളിലായി 639 ബ്ലോക്കുകളിലായി ഏതാണ്ട് 832 സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പ്രൈമറി സ്കൂളുകൾ 82, അപ്പർ പ്രൈമറി സ്കൂളുകൾ 30, സെക്കൻഡറി സ്കൂളുകൾ 472, ഹയർ സെക്കൻഡറി സ്കൂളുകൾ 210, കേന്ദ്രീയ വിദ്യാലയങ്ങൾ 29, അങ്ങനെ ആകെ 832 സ്കൂളുകളിൽ ഈ പദ്ധതി തെലങ്കാനയിൽ നടപ്പിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മാത്രം ഇത് നിഷേധിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്.
RSS അജണ്ട നടപ്പിലാക്കുന്നു എന്നാണ് VD സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ, തെലങ്കാനയിൽ, കർണാടകയിൽ ഈ അജണ്ട നടപ്പാക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലേ? ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. ദിസ്ന, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ചാടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അയ്യോ, എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു, ഇതൊന്നും നിർത്തിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല ആ ഒരു കൃത്യമായി തന്നെയുള്ള ഈ ഒരു നിമിഷത്തിൽ തന്നെ CPI-നെ UDF-ലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവിയേക്കാൾ വലുത് രാഷ്ട്രീയ നേട്ടം. തീർച്ചയായും ശാംബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ ഏറ്റവും എടുത്തു പറയുന്നത് രാഷ്ട്രീയമായ നിലപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രീണനം നടത്തുവാനുള്ള ഒരു ശ്രമമായി ഈ പദ്ധതിയെ കാണുന്നു എന്നത് തന്നെയാണ്. എന്തോ ഒരു കടുംപിടുത്തമാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നുള്ള ഒരു കടുംപിടുത്തം. പക്ഷേ ഈ കടുംപിടുത്തം പല വിഷയങ്ങളിലും കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ശാംബാബു ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയുന്ന ഈ സ്കൂൾ സമയമാറ്റത്തിൽ പോലും നിലപാട് മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു എന്നത് തന്നെയാണ്. ഒരേ വേദിയിൽ വേദി പങ്കിട്ടുകൊണ്ട് കൃത്യമായി അല്ലെങ്കിൽ സമവായ ചർച്ചയിൽ തീരുമാനമുണ്ടാവാം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയെ ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പരോക്ഷമായി വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ എതിരെ വലിയ രീതിയിൽ നേതാക്കൾ പറയുമ്പോഴും കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അതിലുള്ള അമർഷമാണ് പുകയുന്നത് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ. ഈ ഭാരതം എന്ന ഈ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ് കേരളം. ഭാരതത്തിലെ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിന് ഞങ്ങളിതൊന്നും എടുക്കില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? തീർച്ചയായും ശാംബാബു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. എന്തായാലും ഈ കേന്ദ്രത്തിൻ്റെ കൃത്യമായ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്നൊരു തോന്നലാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഈ പദ്ധതി കയ്യിൽ വരുമ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയും പിന്മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ അജണ്ട എടുക്കുന്നത് ആരാണ് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ശാംബാബു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്തരത്തിലൊരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയും വൃതിചലിപ്പിക്കുവാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ശാംബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സ്വരം നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നു. നമുക്ക് കാത്തിരിക്കാം. 3:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ്. ആ സമയത്ത് CPM എന്ത് നിലപാടെടുക്കും എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഹിജാബ് വിഷയത്തിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാട് മാറ്റം, U-turn അടി നമ്മൾ ഒരുപാട് സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷേ ഇത് വിദ്യാർത്ഥികളെ ഭാവിയെ ബാധിക്കുന്ന, വലിയ രീതിയിൽ തന്നെ സഹായിക്കുന്ന, നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ഇനി പിന്നോട്ട് പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ പോകില്ല എന്നാണ് ദിസ്നയും തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.